ഇതുവരെ ഞങ്ങളെ പരിഗണന 4 പ്രാവശ്യം വില കാലിന്റെ ചോട്ട് പോയി. പട്ടികൾക്കുണ്ടാകും ഒരു വില, അതുവരെ ഇവർ തന്നിട്ടില്ല. ആ പരിഗണന ഇവർ ആ 3 വേർഡ് ആ ഒരു വേർഡിനുള്ള ഒരു പരിഗണന ഇവർ കൊടുത്തിട്ടില്ല. പ്രതികരിക്കാൻ അറിയിക്കുന്നല്ല. 600ഓളം കുടുംബങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടത്, 450ഓളം ആളുകൾ മരിച്ചു. അതിൽ തന്നെ 100ന്റെ മേലെ ആളുകളുടെ ബോഡി പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ സൈഡിലോട്ട് പിരിച്ചു കിട്ടിയ പൈസ 750 കോടിയോളം രൂപ. അതിൻ്റെ പുറമെ SDRFും NDRFിൻ്റെയും ഫണ്ട് വന്ന് കിടക്കുന്നുണ്ടെന്ന് പറയുന്നു. ഇനി ഒരുപാട് സന്നദ്ധ സംഘടനകളും ഓരോ വ്യക്തികളും മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള പൈസയും വീടും എല്ലാം കഴിഞ്ഞ 11 മാസമായി 12 മാസത്തോളമായി ഈ ഒരു വയനാട് ദുരന്തം നടന്നിട്ട് ഈ പറഞ്ഞ ഒരു പൈസയും ഈ പറഞ്ഞ ഒരു വീടും ഈ പറഞ്ഞ ഒരു ധനസഹായങ്ങളും പ്രോപ്പറായിട്ട് എന്തുകൊണ്ട് ഈ മുണ്ടക്കൈ ചൂരൽമല സ്ഥലത്തുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് എത്ര പേര് ചിന്തിച്ചു? നമ്മളെല്ലാവരും യുദ്ധത്തിൻ്റെ പിന്നാലെയും മറ്റ് കേരളത്തിൽ നടക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ പ്രശ്നങ്ങൾക്കും ഹെഡികൾക്കും അതിൻ്റെ പിന്നാലെയും അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ പിന്നാലെ ബൈ ഇലക്ഷൻ നടക്കുന്ന മറ്റ് പല കാര്യങ്ങളും നടക്കുന്നു, മറ്റ് ചില ദുരന്തങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നുപോയി. ഇതിൻ്റെ ഒക്കെ പിന്നാലെ ഓടിയ സമയത്തെ അവിടെ ബാക്കിയായിട്ടുള്ള ഈ 600 കുടുംബങ്ങളുണ്ട് വീട് നഷ്ടപ്പെട്ട്. കുടുംബത്തിലെ 3, 4, 5, 10, 11 പേര് വരെ മരിച്ചു പോയിട്ടുള്ള സംഭവമായിരുന്നു വയനാട്ടിലെ ഈ ഒരു ദുരന്തം. ഈ ആളുകൾ ഇപ്പോഴും അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണെന്നുള്ളത് നമ്മൾ എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? വല്ലാത്തൊരവസ്ഥ കേട്ടോ അവിടുത്തെ ആൾക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. പ്രതികരിക്കാൻ അറിയിക്കുന്നല്ല. മഴ നിൽക്കണ വരെ ഞങ്ങൾക്ക് ഇനി ജോലി ഇല്ല എസ്റ്റേറ്റിൽ. ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ പാലം കടന്ന് ഞങ്ങൾ അപ്പുറത്ത് പണിക്ക് പോകണം. ഞങ്ങൾ എങ്ങനെ പണിയെടുക്കും? വെള്ളമാണ്, മുഴുവൻ വെള്ളമാണ്. അപ്പുറത്തുനിന്ന് വണ്ടിയിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ആക്കിയത്. അപ്പൊ ഞങ്ങൾക്ക് ഒരു തീരുമാനം, 9,000 ഞങ്ങൾക്ക് എല്ലാവർക്കും കയറ്റാൻ പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസം മുമ്പേ അവിടെ മഴ പെയ്ത സമയത്തെ അവിടെ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ വാടകയുടെ പൈസ അല്ലെങ്കിൽ സർക്കാർ ദിവസക്കൂലിയായിട്ട് ഇവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ചില എമൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും കിട്ടാണ്ട് വീണ്ടും അവിടെ പണിക്കിറങ്ങി അല്ലെങ്കിൽ അവിടുത്തെ സാധാരണ തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് കണ്ടത്. ഒരു മഴ പെയ്ത സമയത്തേക്ക് വേണ്ട രീതിയിലുള്ള ഒരു അലേർട്ടും അവർക്ക് കിട്ടിയിട്ടില്ല. ഇനി മഴ പെയ്ത് ഒരു പാലത്തിൻ്റെ അപ്പുറത്ത് പെട്ടുപോയ ആളുകൾക്ക് തിരിച്ചു വരാൻ വരെ അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ നാട്ടുകാർ സാധാരണ ട്രാക്ടറും കാര്യങ്ങളും വെച്ചിട്ട് അവരെ തിരിച്ചു കൊണ്ടുവന്ന് അതിൽ പേടിച്ചിരിക്കുന്ന ജനങ്ങളുടെ അവസ്ഥയത്. അതായത് കൺമുൻപിന്ന് ഒരു വർഷം മുമ്പ് സ്വന്തം മക്കളും അച്ഛനും അമ്മയും ഭർത്താവും ഭാര്യയും എല്ലാവരും സഹോദരന്മാരും ഒക്കെ ഒലിച്ചങ്ങ് പോയി അവരുടെ ബോഡി പോലും കിട്ടാത്ത ആളുകളുടെ ആ ഒരു നെഞ്ചിടിപ്പ് എത്രയായിരിക്കും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് കഴിഞ്ഞ് 1 ഇയർ കൊണ്ട് അവരൊന്ന് റെഡി ആയിട്ട് വരിക, അത് നമ്മളെ കൊണ്ട് തോന്നിപ്പിക്കുക മാത്രമാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ദുരന്തം കെട്ട് അടങ്ങിയിട്ടൊന്നുമില്ല. എന്നിട്ടും അവർക്ക് ജീവിക്കണ്ടേ, തിന്നണ്ടേ? ഓരോ ദിവസം ഭക്ഷണം വെള്ളം കുടിച്ചാലല്ലേ അടുത്ത ദിവസത്തോട്ട് പോകാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെ നോക്കണ്ടേ? അതിന് വേണ്ടിയിട്ടല്ലേ ഇവർ കഷ്ടപ്പെടുന്നത്. നമ്മൾ ആരെങ്കിലും ഇതിനെപ്പറ്റി ചോദിച്ചു? നമ്മുടെ സർക്കാർ ഇതിനെപ്പറ്റി എത്രത്തോളം ഇതാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? 750 കോടി വെച്ച് കിട്ടിയാൽ പോലും ഒരു കുടുംബത്തിന് 1.5 കോടി കൊടുത്തു കഴിഞ്ഞാലും ഈ പ്രശ്നങ്ങൾ തീർക്കാമെന്ന് പലരും പറയുന്നുണ്ട്. അതിൽ പല ബുദ്ധിമുട്ടുകളുണ്ട് നമുക്കറിയാം. പല രീതിയിലുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഡോക്യുമെന്റേഷൻസും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കൊടുക്കണ്ട. അറ്റ്ലീസ്റ്റ് 11 മാസം 12 മാസം കൊണ്ട് നമ്മൾ എത്രത്തോളം വീടുകൾ അവിടെ വെച്ചു കൊടുത്തു? നമ്മൾ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുത്തത്? ഈ 750 കോടി എന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ CMന്റെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് പിരിച്ചു കിട്ടിയ പൈസ, സർക്കാരിന്റെ പൈസ അല്ല, കേന്ദ്ര സർക്കാരിന്റെ NDRF എന്ന് വന്ന പൈസ അല്ല, നമ്മുടെ സ്റ്റേറ്റ് സർക്കാരിന്റെ SDRF എന്നുള്ള പൈസ അല്ല, മറ്റ് സംഘടനകൾ ആരും കൊടുത്ത പൈസ അല്ല. ആളുകൾ, നമ്മളെപ്പോലത്തെ ഓരോ സാധാരണ ജനങ്ങളും പിരിച്ചു കൊടുത്ത പൈസ 750 കോടി. അത് വെച്ചിട്ട് പോലും, അത് ഉണ്ടായിട്ട് പോലും, ഏറ്റവും ബേസിക് ആണ് അത്. ബാക്കിയൊക്കെ അതിന്റെ മേലോട്ട് കിട്ടേണ്ട കാര്യങ്ങളാണ്. അതൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. ഈ കൊടുത്ത പൈസക്കുള്ള കണക്ക് ഇവിടെ 1-2 കണക്ക് വേറെ നമ്മൾ കേൾക്കണ്ടേ? അതായത് കുറേ പേര് കുടുംബങ്ങൾ വീടുകൾ വേണ്ട, സ്ഥലം വേണ്ട, ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ 15 ലക്ഷത്താണ് ഒരു കുടുംബത്തിന് ഇവർ കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് പേരൊക്കെ അത് വാങ്ങിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. ആകെ 1.5 കോടി രൂപ ഇട്ടോ ആദ്യം ആകെ ചിലവാക്കി എന്ന് പറയുന്നുണ്ട്. പിന്നെയും കിടക്കുകയാണ് കോടികൾ അവിടെ. സ്ഥലം വാങ്ങിച്ചു, കൽപ്പറ്റയിൽ ഇവിടെ ഒരു സ്ഥലം വാങ്ങിച്ച് അവിടെ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ആളുകളെ പല ഭാഗത്തോട്ട് ഡിസ്പ്ലേസ്മെന്റ് പാടില്ല, ഇവർ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നു. വലിയ വലിയ പദ്ധതികൾ നമ്മൾ ഇങ്ങനെ തോരാതെ പറയുന്നുണ്ട്. എവിടെ ഈ പദ്ധതികളൊക്കെ? അറ്റ്ലീസ്റ്റ് പദ്ധതികൾ ഒരു വീടെങ്കിലും തുടക്കത്തിലുണ്ടാക്കി ആ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുക. ബാക്കി കൽപ്പറ്റ സ്ഥലങ്ങളല്ല, അവിടെ സ്കൂളുകളും ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. ഇവരവിടെയൊക്കെ സ്കൂളിൽ പൊക്കോളും. നിങ്ങൾ വീടും ഉണ്ടാക്കി, സ്കൂളും ഉണ്ടാക്കി, അവിടെ ലുലുവിൻ്റെ ഷോപ്പിംഗ് മാളും ഉണ്ടാക്കിയിട്ടേ അവിടെ എന്താ പറയുക, ഞങ്ങൾ ആൾക്കാരെ പാർപ്പിക്കൂ എന്നുള്ള ഒരു വാശിയൊക്കെ എന്തിനാ നമുക്ക്? ഉണ്ടാക്കുന്ന വീടുകൾ കൊടുത്തു തുടങ്ങി പാവപ്പെട്ടവർക്ക്. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള വാടക പോലും കഴിഞ്ഞ 6 മാസം കഴിഞ്ഞപ്പോൾ പല കുടുംബങ്ങളും കൊടുത്തിട്ടില്ല. കാരണം ഇത്രയേ ഉള്ളൂ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടില്ല, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് വീട് തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ കരുതിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരുമെന്ന് അവകാശപ്പെട്ടിട്ടുള്ള പൈസ ഇത്രയേ ഉള്ളൂ, ഇനി നിങ്ങൾ വേറെ നോക്കിക്കോ, വേറെ സ്ഥലത്തോട്ട് മാറിക്കോ.
അതല്ലെങ്കിൽ പെൻഷൻ പോലെ നിങ്ങൾക്ക് തരാം, മന്ത്ലി തരാം എന്ന് പറഞ്ഞ പൈസ ഇനി ഇല്ല, ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറുന്ന നമ്മുടെ അവിടുത്തെ പഞ്ചായത്ത് ആയിക്കോട്ടെ, അവിടുത്തെ മറ്റ് മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ, ഇതൊക്കെയാണ് അവിടുന്ന് ഈ പാവങ്ങൾക്ക് കിട്ടുന്ന ഒരു ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. എത്രത്തോളം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഇവർക്കൊരു മറുപടി കിട്ടുന്നുണ്ടെന്നുള്ളത് ഇവർ തന്നെ പറയുന്നുണ്ട്. ഇന്നലെ മുതൽ കനത്ത മഴ ഈ പ്രദേശത്തുണ്ട്. ഒരു അലർട്ട് കൊടുക്കാൻ പോലും തയ്യാറാവാത്തതിന്റെ ഫലമാണ് ഇപ്പോഴും സാർ വന്നപ്പോഴും സാർ കാണുന്നുണ്ട് അവിടെ നിന്ന് തൊഴിലാളികൾ വാഹനത്തിൽ ഇങ്ങോട്ട് അടിക്കുന്നത്. 100 കണക്കിന് തൊഴിലാളികൾ. ഈ തൊഴിലാളികളൊന്നും പുറം നാടുകളിൽ നിന്ന് വന്ന തൊഴിലാളികളല്ല. ഈ സ്കൂൾ റോട്ടിലും അതുപോലെ കൊയിലാംകുളത്തും നീലിക്കാപ്പിലും വില്ലേജ് റോട്ടിലും ഒക്കെ താമസിക്കുന്ന സാധാരണക്കാർ. അവർക്ക് അട്ടമല അടക്കം നിങ്ങൾ അട്ടമലയിൽ താമസിക്കാൻ കഴിയുമെന്നാണ് മത്തായി കമ്മീഷൻ പറയുന്നത്. ഇപ്പൊ അട്ടമലയിലേക്കുള്ള റോഡ് അടക്കം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണ് അവിടെ ഞങ്ങൾ താമസിക്കേണ്ടത്? ഏത് മാനദണ്ഡത്തിന് പുറത്താണ് ഇവർ? ഇതൊക്കെ അവർ വാതോരാണ്ട് അവർ പറഞ്ഞിട്ട് നമ്മുടെ സർക്കാർ, നമ്മുടെ അധികാരികൾ ഇതിന് എത്രത്തോളം വില കൽപ്പിക്കുന്നുണ്ട് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ ഈ 750 കോടി എന്ന് പറയുന്നത് ട്രഷറിയിൽ വന്ന് കിടക്കുന്ന കാശാണ്. അത് കണക്ക്, അതായത് സർക്കാർ വെറുതെ പറയുന്ന വാഗ്ദാനങ്ങളല്ല. SDRF ഇത്ര പൈസ ഉണ്ട് ഞങ്ങൾ ഇത്ര തരും, NDRF ഇത്ര പൈസ ഉണ്ട് ഞങ്ങൾ ഇത്ര തരും എന്ന് പറഞ്ഞ വാക്കുകളല്ല. അതായത് കൊടുത്ത പൈസ ഇപ്പം നമ്മുടെ സർക്കാരിൻ്റെ ഈ പറഞ്ഞ CM-ൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടും. ഇത്ര പൈസ വന്ന് കിടക്കുന്നുണ്ട്, അതിൽ ഇത്ര ചിലവാക്കി എന്നുള്ള കംപ്ലീറ്റ് അതിൽ വന്ന് കിടക്കുന്നുണ്ട്. അതിൻ്റെ എന്താ പറയുക, കണക്കുകളും ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ അതിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് പൈസ ഡിസ്പ്ലേസ് അല്ലെങ്കിൽ ഇവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വീടുകൾ കൊടുക്കാൻ പറ്റുന്നില്ല? അത് സാധാരണക്കാരായിട്ടുള്ള നമ്മൾ, അല്ലെങ്കിൽ ആ ദുരിതം അനുഭവിച്ച ആളുകൾ ഇതൊക്കെ അല്ലേ ചോദിക്കുന്നത്. അതിന് ചിലപ്പോൾ നമ്മളിത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പാർട്ടി, ഇപ്പം നമ്മുടെ കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ അണികളുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റ് നേതാക്കളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ക്യാപ്സ്യൂൾസ് നമുക്ക് കിട്ടും. നമ്മുടെ വാ അടയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂൾസ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതല്ല ഇവിടെ വേണ്ടത്. നിങ്ങൾ ക്യാപ്സ്യൂൾ പറഞ്ഞോ, നിങ്ങൾ ചെയ്തൊക്കെ ഒരു സാധാരണക്കാരൻ എന്ന രീതിയിൽ ഇവർക്ക് എന്തുകൊണ്ട് ഇനി ഇവരെ നമുക്കൊന്ന് പുനരധിവസിക്കാൻ പറ്റുന്നില്ല? ഇപ്പോഴും വഴിയാധാരങ്ങളായിട്ട് ഇവർ കിടക്കുന്നത് എന്തുകൊണ്ട്? അതിനുള്ള ക്യാപ്സ്യൂൾ നിങ്ങൾ ഇറക്കുക. നിങ്ങളല്ലാണ്ട് സർക്കാരിൻ്റെ മുഖം രക്ഷിക്കാൻ, മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ എന്നുള്ള ക്യാപ്സ്യൂൾ ഇറക്കാണ്ടിരിക്കും. അതുപോലെ കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വന്നിരുന്നു. ഇതോ നമുക്ക് കിട്ടി, കൊച്ചിനെടുത്ത് കളിപ്പിച്ചു, 4 ഭാഗത്തുനിന്ന് ഫോട്ടോഷൂട്ട് വന്നു, കേരളത്തിൻ്റെ കേന്ദ്രമന്ത്രി പിന്നാലെ കൂടി, ഇവരെല്ലാവരും കൂടെ വന്ന് കുറേ ഷൂട്ടിങ്ങും കാര്യങ്ങളും കഴിഞ്ഞു പോയപ്പോൾ നമ്മൾ വിചാരിച്ച് എന്തോ കിട്ടാനുണ്ടെന്ന്. അപ്പോൾ ഇതാ പുതിയ പ്രസ്താവന വരുന്നു. നമ്മുടെ സർക്കാർ, കേരള സർക്കാർ വേണ്ട രീതിയിലുള്ള കണക്ക് കൊടുത്തിട്ടില്ല, കണക്ക് തെറ്റിച്ചാൽ കൊടുത്ത്, അതുകൊണ്ട് കൊടുക്കുന്നില്ല. ഇനി കണക്കൊക്കെ റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാലും ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞാലും ഇത് വലിയൊരു ദുരന്തമൊന്നുമല്ല, ഇത്രയൊക്കെ കിട്ടുകയുള്ളൂ. ഏതായാലും ഞങ്ങൾ NDRF തന്നിട്ടുണ്ട്, നാഷണൽ ഡിസാസ്റ്റർ ഫണ്ട് ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള കുറച്ച് പൈസ നേരത്തെ തരാം. അതെന്തായാലും നിങ്ങൾ തന്നിട്ടില്ലെങ്കിലും കിട്ടേണ്ട പൈസയാണ്, അല്ല ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും തരാനില്ല എന്നൊക്കെ പറഞ്ഞ കണക്കുകൾ വെച്ചിട്ട് ഇതിനേക്കാൾ ചെറിയ ദുരന്തങ്ങൾ അങ്ങ് ബീഹാറിലും അങ്ങ് ആന്ധ്രയിലൊക്കെ നടക്കുന്ന സമയത്ത് കോടികൾ വാരിക്കോരി കൊടുക്കുന്ന നമ്മുടെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവഗണന നമ്മൾ കാണുന്നുണ്ട്. അതിന് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള തീവ്ര വലതുപക്ഷ ക്യാപ്സ്യൂളുകൾ പലതും ഇറക്കി തരുന്നുണ്ട്. പാവപ്പെട്ട ഈ വയനാട്ടിലെ ആൾക്കാരുടെ വായിലിട്ട് കൊടുത്തു നിങ്ങൾ, അത് ചവച്ചിട്ട് അവർ പട്ടിണി കിടന്ന് ചത്തോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ സർക്കാർ കൊടുക്കുന്ന ക്യാപ്സ്യൂളുകൾ തിന്നിട്ട് ഇവർ വിശപ്പടക്കട്ടെ, അല്ലേ? മഴ കൊള്ളാണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കട്ടെ ക്യാപ്സ്യൂൾ വെച്ചിട്ട്. അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതൊരു സർക്കാരിനെ പറയുന്നതല്ല. ഈ പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്, അവർ പലതും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ എത്തി, എത്ര ആൾക്കാർക്ക് കിട്ടി? നമ്മുടെ നാട്ടിൽ മറ്റ് പല സ്ഥലത്തെ യുദ്ധങ്ങളും മറ്റ് പല രീതിയിലുള്ള ആഭ്യന്തര കലാപങ്ങളും മറ്റ് ദുരന്തങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓരോ ദിവസം വാർത്ത ചെയ്യുന്ന സമയത്ത് ഈ വാർത്തയിലോട്ട് എത്ര പേര് കാര്യമായിട്ട് നോക്കിയിട്ടുണ്ട്? ഈ പാവങ്ങൾക്ക് എത്രത്തോളം കിട്ടിയിട്ടുണ്ട് എന്ന് എത്ര പേര് ഇതിൻ്റെ പിന്നാലെ നോക്കി പോയിട്ടുണ്ട്? വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. കാരണം ഇതിൻ്റെ വാല്യൂ കഴിഞ്ഞു നമുക്കറിയാം. ഈവൻ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പോലും തുടക്കത്തിലിട്ട് ഒരുപാട് വീഡിയോ ഇട്ടിരുന്നു വയനാടിൻ്റെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോലും ആ വീഡിയോസ് ഒക്കെ മറന്നു, അല്ലെങ്കിൽ ഇതെന്താ ഇതെല്ലാം ചിന്തിച്ചിട്ട് പോലുമില്ല. ഇപ്പം പുതിയ ന്യൂസുകൾ വരുമ്പോഴാണ് നമ്മൾ വീണ്ടും നോക്കുന്നതും ഇവർക്കൊന്നും കിട്ടിയിട്ടില്ല, ഒന്നും കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോലും ചിന്തിക്കുന്നത് ഇത് കാണുമ്പോഴാണ്. ഇനിയെങ്കിലും ഒരുപാട് കൊടുക്കണ്ട. പണ്ട് 1-2 ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കിട്ടിയ പൈസ അവർക്ക് അങ്ങ് വീതിച്ചു കൊടുക്കുക എന്തെങ്കിലും പേരിൽ. എന്തായാലും അവരുടെ പേരിൽ വാങ്ങിച്ച പൈസ അല്ലേ, ആ പൈസ നമ്മൾ വേറെ പരിപാടികൾക്കും അല്ലെങ്കിൽ PR വർക്കിനൊന്നും യൂസ് ചെയ്യാണ്ട് അത് അവർക്കങ്ങ് വീതിച്ചു കൊടുക്കുക. വീട് നഷ്ടപ്പെട്ട ആൾക്കാരുടെ പഞ്ചായത്ത് നമുക്കറിയാലോ, ആ പഞ്ചായത്തിൽ എത്രത്തോളം വീടുകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ പേപ്പറുകളാണ് പഞ്ചായത്ത് ഓഫീസ് വരെ ഒലിച്ചുപോയി.
എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിലുണ്ട്. കുടുംബങ്ങളുടെ ഡീറ്റെയിൽസ് അറിയാം, വീട് നഷ്ടപ്പെട്ടവരുടെ ഡീറ്റെയിൽസ് അറിയാം, എല്ലാം അറിയാം. ഈ ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് ബ്ലോക്കെന്നോ താലൂക്കെന്നോ ഒക്കെ അവർക്ക് വേണ്ട കാശാണെങ്കിൽ കാശ് അതും കൊടുത്ത് അവരെവിടെയെങ്കിലും പോയി ജീവിച്ചോ. ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ടൗൺഷിപ്പ് പണിയുമ്പോഴേക്കും 750 കോടിൻ്റെ പകുതി പൈസ ടൗൺഷിപ്പ് പണിത കരാറുകാരന് പോകും. ആ കരാറുകാരനെ സപ്പോർട്ട് ചെയ്ത് ഈ സർക്കാരിന്റെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ പോക്കറ്റിലോട്ടും പോകും പകുതി പൈസ. പിന്നെ കിട്ടുന്ന തുച്ഛമായ പൈസ ആയിരിക്കും ഇപ്പോൾ അവർക്ക് ഒരു ടൗൺഷിപ്പ് എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്ന ഷിപ്പ്. അതൊക്കെ ആയി വരുമ്പോഴേക്കേ ബാക്കിയും കൂടെ ഉള്ളത് ചത്തു തീർന്നിട്ടുണ്ടോ ഈ കൂട്ടത്തിലുള്ള. അതിലും ബെറ്റർ അവരുടെ നേരിട്ട് അവരുടെ കയ്യിലോട്ടുള്ള പൈസ വീതിച്ചു കൊടുക്കുക. അവർ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് ജീവിച്ചോട്ടെ. പിന്നെ അവർ തിരിച്ചു വരുമല്ലോ, കൊടുത്ത കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാവില്ലേ. ഏറ്റവും ബേസിക് ആയിട്ട് ഒരു സാധാരണ മനുഷ്യൻ എന്ന രീതിയിൽ ഇതല്ലേ ചിന്തിക്കാൻ പറ്റൂ. നിങ്ങളുടെ വലിയ വലിയ കണക്കുകളും വലിയ പ്ലാനുകളൊക്കെ ചിന്തിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി വരുമ്പോഴേക്കുണ്ടല്ലോ കൊല്ലം കുറെ കഴിഞ്ഞു കൂടും. ഒക്കെ മനസ്സിലാക്ക്. ബാക്കിയുള്ള പാവപ്പെട്ടവർ തിന്ന പൈസയാണ്. അത് തിന്നിട്ട് അല്ലെങ്കിൽ അത് വെച്ചിട്ട് വേറെ സർക്കാരിൻ്റെ ഉന്നമനത്തിലോ അല്ലെങ്കിൽ പാർട്ടിയുടെ പരിപാടികൾക്കും ആ പൈസ എങ്ങനെ ചിലവാക്കിയാലുണ്ടല്ലോ ഒരു കാലത്തും കുടുംബത്തിൽ ഒരാൾക്ക് പോലും ഒരു സുഖം കിട്ടാണ്ട് ചത്തുപോകുള്ളൂ.